ഗൈസ്, നമ്മൾ കുറേ നാളത്തെ ശേഷം അങ്ങനെ തിരിച്ചു വന്നിരിക്കുകയാണ് ഈ ഒരു ഗെയിമായിട്ട്. നമ്മുടെ ഗെയിമിൻ്റെ പേരാണ് GTA Vice City 10 ആനിവേഴ്സറി. ഈ ഒരു ഗെയിമിൽ നമുക്ക് പ്രത്യേകിച്ച് എനിക്കറിയില്ല, ഞാൻ ന്യൂ ഇൻ ദിസ് ഗെയിം. ഓക്കെ, നമ്മുടെ സ്റ്റാർട്ട് ഗെയിം, നമ്മുടെ സെറ്റിംഗ് ഇത് മറ്റേ ഫസ്റ്റ് ഷോപ്പ് റോക്ക് സ്റ്റാർ ഒന്നും വേണ്ട. പ്ലേ സ്റ്റാർട്ട് ഗെയിം, ന്യൂ ഗെയിം, ഇത് മറ്റേ ലോഡ് ഗെയിം, ഡിലീറ്റ് ഗെയിം, മെയിൻ മെനു, ന്യൂ ഗെയിം. യെസ്, നമ്മളങ്ങനെ ന്യൂ ഗെയിം തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, മാർക്കോ ബിസ്ട്രോ ലിബർട്ടി സിറ്റി. ലിബർട്ടി സിറ്റി എന്ന് പറഞ്ഞാൽ GTA ലിബർട്ടി സിറ്റി അറിയോ? അത് അതാന്നൊക്കെ പറഞ്ഞു. സോണിയ. ഓക്കെ, ഓൾഡ് സൗത്ത് റൈറ്റ് 24 സ്കിപ്പ് അടിക്കണ്ടല്ലേ, നമുക്ക് മുഴുവൻ എന്തായാലും കാണും. ഓക്കെ, ഗാങ്ങിനൊക്കെ പറയുന്നത് ഫാമിലി. ഞാനാവോടെ സ്കിപ്പ് അടിക്കണ്ടല്ലേ, സ്കിപ്പ് കുറേ ഉണ്ട്. സ്കിപ്പ് അടിക്കുക കുറേ ഉണ്ട്. എനിക്ക് ഗെയിം കളിച്ചാൽ മതി. പക്ഷെ നമ്മളെല്ലാം സ്കിപ്പ് അടിച്ച് വൈസ് ബീച്ച് ഔട്ട് സൈഡ് ഇതൊന്നും സ്കിപ്പ് അടിക്കില്ല, പെട്ടെന്ന് തോന്നുന്നു. അല്ല, നമ്മൾ സ്കിപ്പ് അടിച്ചാൽ ഇത് നമ്മൾ സ്കിപ്പ് അടിക്കാൻ പാടില്ല. പഠിക്കാനുള്ള ബട്ടൺ അതിന് മുകളിലില്ല. ഓക്കെ, അയാൾ വീണ്ടും കയറി നമ്മളെ തിരിഞ്ഞു ലെഫ്റ്റ് സൈഡ്. ഇയാൾ ഇങ്ങോട്ടാണ് പോയ ആർക്കറിയാം. ഇങ്ങോട്ടല്ലേ പോയി, അതോട്ട് ഇവിടെ കയറുന്നു. ആളുടെ വീട്ടിൽ കയറാൻ പറ്റുമോ? അത് അവിടെ കണ്ടാക്കുന്നത് കണ്ണെന്നറിയില്ല. നിങ്ങളൊന്നും ഞാൻ കണ്ടു. അതിൻ്റെ ഉള്ളിൽ കയറി. നമ്മുടെ ആളുടെ കയ്യിൽ ഇയാൾ അതിൻ്റെ ഉള്ളിൽ കയറിയണ്ട പെട്ടത്. അവിടെ കടന്നത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. ആഫ്റ്ററിനൊരു പൊളിക്കണമില്ലേ, ഇയാളുടെ വണ്ടി എടുത്ത് പോകും. നല്ല വണ്ടി ഇയാളുടെ. പിന്നത് ആനിവേഴ്സറി ഗെയിം ആയതുകൊണ്ട് സോറി, പാവം കിടക്കണം. ഇത് ആ ജീവികളോട് ഒന്നും മതി. ഇത് കുഴപ്പമായിരുന്നു. നമുക്ക് അത്യാവശ്യത്തിന് സമയം പോകാനൊക്കെ നല്ല ഗെയിം. നൈറ്റാലേ ഓടിയിലാണോ വണ്ടി ഓടിക്കുന്നു? പേടിയൊക്കെ ഗണ്ണുമല്ലോ ഉണ്ടോ? ഗണ്ണ് ഫ്രീ ആയി കാണണോ? ഗൺ ഷോപ്പിൽ നിന്ന് 100 രൂപയ്ക്ക് വാങ്ങണ ഗണ്ണ് ഫ്രീ ആയി കിട്ടും. ഞാൻ കാട്ടിത്തരാം. അതിനവസ്ഥ പോലീസുകാരെ വർത്തിക്കണം. വാട്ടർ ടാങ്ക് പൊട്ടി വെള്ളം വന്നിട്ട് ഓക്കെ വെള്ളം അടഞ്ഞു. നിക്കണോടെ ഗൈസ്, നമ്മുടെ ഇവനുണ്ടല്ലോ വണ്ടിയുടെ കള സ്പീഡ് വേണ്ട. നിക്കടാ, ആഫ്റ്ററിനൊരു പൊളിക്കണം ഗൈസ്. അയാളൊന്ന് വണ്ടി ഞാൻ കയറിയപ്പോൾ അയാൾ ഇറങ്ങിയ സാധാരണ ഒരു ഫൈറ്റ് ഉണ്ട്. നമുക്ക് സൂക്ഷിച്ചു കണ്ടുപിടിച്ചാൽ ഇവിടേക്ക് പോകത്തില്ല, അവിടെ ബ്ലോക്ക് ഉണ്ട്. ഒന്ന് പോവാ. നമ്മുടെ ഗെയിംസ് ഒന്നുമില്ല. ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് ഫ്രീ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓക്കെ, ഞങ്ങൾ വന്നിട്ട് ഇങ്ങനെ പോലീസുകാരുടെ വണ്ടി ഇങ്ങനെ ഇടിക്കുക, അല്ലെങ്കിൽ പോലീസുകാരൻ്റെ ഇവിടെ വന്നിട്ട് സൈഡൊന്നും ഇങ്ങനെ ഇടിച്ചാൽ മതി. പോലീസുകാരൻ്റെ വണ്ടി കണ്ടിടുക, ഇങ്ങനെ വണ്ടി കയറാന്നൊക്കെ പറയൂലേ. നമ്മൾ അയാളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിൽക്കാൻ പോകുന്നു. ഒക്കെയാണ് അയാളുടെ ഓഫ് കേസ്. അതൊന്നുള്ളതാണ് കേസ്. നമുക്ക് ആ 100 കൊടുത്തില്ല വണ്ടി ഫ്രീ ആയി. വണ്ടി അല്ലല്ലോ, അത് ഗണ്ണ് ഫ്രീ ആയി എനിക്ക് വേണം.
ഗൈസ് നമുക്ക് ക്ഷീണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഭാഗ്യം ഒരു സിഗ്നൽ ലൈറ്റാണ്. സിഗ്നൽ ലൈറ്റ് തീരും മുമ്പേ പോണം 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 വളയോ വളയോ പോലീസാരാ. ഇത് ഓടാൻ പറ്റുന്നില്ല എനിക്കിപ്പോൾ. കൊണ്ട് ഓടാൻ പറ്റുന്നില്ല, ക്ഷീണിച്ചിരിക്കുക. ഓടി 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 ഭാഗ്യം ഒരു സിഗ്നൽ ലൈറ്റാ. മുമ്പ് സിഗ്നൽ ലൈറ്റ് പെട്ടെന്ന് തീർന്നു. അയാളെ വണ്ടി എനിക്കാണ് ഇപ്പോൾ വെടിക്കാനും പറ്റത്തില്ല. ഒന്നുമില്ല. ഇതുണ്ടല്ലോ ഒന്നുമില്ല. ഇതൊന്നുമില്ല. ഞാൻ കാട്ടിത്തരാം. എനിക്കിട്ട് ഒന്നും വരില്ല. അവിടെ സിഗ്നൽ ലൈറ്റ് ആയാൽ മതി പ്ലീസ്. ഒരു സിഗ്നൽ ലൈറ്റ്, ഒരു കുഞ്ഞ സിഗ്നൽ ലൈറ്റ്. വണ്ടി തോടെ ഇവിടെ പിടിക്കാൻ പോണ്ടാണ്. വെറുതെ എനിക്ക് വണ്ടി എടുക്കാം നിങ്ങൾക്ക് അയാളെന്തായാലും കിട്ടണം. നിങ്ങൾക്ക് അയാളെ വേണം. നമ്മുടെ പോലീസുകാരുടെ കൂട്ടായില്ലപ്പോൾ. പോലീസുകാരനെ മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോരുത്. പോലീസുകാരാ പേരിട. നമുക്ക് സ്റ്റാറോ അത് സ്റ്റാറൊന്ന് ഇയാളെ നമ്മൾ ഇടിച്ച് കൊല്ലാം. ഇടിച്ചനെ ഇങ്ങനെ ഇടിച്ച് ഇങ്ങനെ കൊല്ലാം. അപ്പോൾ നമുക്ക് രണ്ട് വെപ്പൺസ് ഫ്രീ ആയിട്ട്. ഈ പോലീസുകാർ ഈ വടി എടുത്തിട്ട് വടിയാണ് നമുക്കിനി ഫൈറ്റിംഗ് ആയിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഇവന്മാർ വരുമ്പോൾ നോന്മാർ തള്ള ഇങ്ങനെ ഒറ്റയടി ഇടിക്കുക. പെട്ടെന്ന് കൊല്ലാനും പറ്റും. പിന്നെ ഈ സാധനം പോലീസുകാർ ഇപ്പോൾ ഓടി തന്നെയാണ്. ഇപ്പോൾ ഓടിയൊന്നുമില്ല. ഗണ്ണെടുത്താൽ ഒരു ഗണ്ണെടുത്ത് നല്ല പാടാം. ഗണ്ണെടുത്തവന്മാർ നല്ല പാടും. എല്ലാവരും ഇങ്ങനെ തലക്കടിച്ച് പൊട്ടിയാണ്. അടിച്ച് ഇവനൊക്കെ അടിച്ച് 3 സ്റ്റാറായ ചിലപ്പോൾ ഒരു ഹെലികോപ്റ്ററൊക്കെ വരാം. ഇവനടിക്കാതെ ചത്ത് വെസ്റ്റഡ്. എടാ നമുക്ക് ജീവോറ. അപ്പം നമുക്ക് ഇപ്പോൾ വെപ്പൺ കിട്ടിയിട്ടുണ്ട്. 2 വെപ്പൺ കിട്ടിയിട്ടുണ്ട്. ഈ വെപ്പൺസ് വെച്ച് നമുക്ക് വേറെ കുറച്ച് പണിയുണ്ട്. നമ്മൾ നേരെ മറ്റേ ഇവിടെ കൂടെ നേരക്ക് കുറേ ഓടിയാൽ നമുക്ക് മറ്റേ ഒരു ഗണ്ണ് വാങ്ങണ എന്താ പറയുക ഗൺ ഷോപ്പ് ആമോനോത്തൻ എന്ന് പറഞ്ഞ സ്ഥലം കിട്ടും. ആമോനോത്തൻ വണ്ടി കിട്ടില്ല നിൽക്കുക അവിടെ. ആമോനോത്തൻ എന്ന് പറഞ്ഞാൽ സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ആമോനോത്തൻ അടുത്താണ് ഇവിടെ. ആമോനോത്തൻ അമ്മേ ഇതൊരു സ്പ്രേ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റീസ്പ്രേ ആണല്ലോ. റീസ്പ്രേ നമുക്ക് പൈസ ഇല്ല. നമ്മൾ ആമോനോത്തൻ ഗൺ ഷോപ്പ് എത്തിയിട്ടുണ്ട്. അമ്മേ അറിയിക്കോ നമുക്ക് ഇവിടെ ബ്ലോക്ക് ഇട്ടേക്കാം. തന്നെ എനിക്ക് വണ്ടി അത്യാവശ്യമുണ്ട്. അപ്പം നമുക്ക് ബ്ലോക്ക് ഇട്ട് വെച്ചേക്കാം. ഇതാണ് ആമോനോത്തൻ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ പിങ്ക് സ്ഥലത്ത് നിന്നാൽ ഇവിടെ ഗൺസൊക്കെ ഉണ്ടാകും. ഗൺസ് ഇങ്ങനെ ഇതൊക്കെ നോക്കാൻ പറ്റും. ഈ മാക്ക് എന്ന് പറഞ്ഞാൽ 300 രൂപയുടെ ഗണ്ണ് ഫ്രീ ആയി കിട്ടണം നിങ്ങൾക്ക്. ഇതേ കേസ് ഞാൻ കാട്ടിത്തരാം. ഇവിടേക്ക് വരാം. എന്നിട്ടുണ്ടല്ലോ ഈ സാധനം എടുത്തിട്ട് അടിച്ചിങ്ങനെ മോദം കിടക്കുക. ഇതാ കിടക്കണ് ആ ഗൺ ഫ്രീ. കണ്ട ഗൈസ് അത് മറ്റേ കണ്ണുതി പോണായി അടി. നമുക്ക് പോലീസുകാർ ഈ സാധനം വെച്ചിട്ട് തട്ടൊക്കെ അടിച്ച് മെയിനായിട്ട് ഈ പിസ്റ്റലേക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കണ്ടോ. പിസ്റ്റൽ വെറുതെ പോലീസുകാരെ വന്നാൽ ഗൈസ് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാ ഇത് ഇയാളുടെ വരുന്നുണ്ട്. ഈ ക്യാരക്ടറിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ഞാൻ യൂട്യൂബിലേക്ക് ഇതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ട് കുറേ ഇതിനെക്കുറിച്ച്. ബട്ട് ഇയാളുടെ ഗെയിമിലത്തെ ഇയാളുടെ ക്യാരക്ടറിൻ്റെ പേര് എനിക്കറിയില്ല. ഇയാളെ കൊല്ലണം. നല്ല പാടായി ഇപ്പോൾ ഗെയിം. 58% ഹെൽത്തുള്ളൂ. 58% ഹെൽത്തുള്ളൂടാ.
58% ഹെൽത്തുള്ളൂ. ഞാൻ പറഞ്ഞിരുന്നു എന്നോട്. ഇവരെ നട്ടാനി വെച്ചത് ഹെലികോപ്റ്റർ 3 സ്റ്റാർ 3 സ്റ്റാർ ഹെലികോപ്റ്ററിൻ്റെ അല്ലെങ്കിൽ അറിയില്ലേറെ ഒന്നിനും പോയി മറ്റാളെ തട്ടണം. അപ്പം നമുക്ക് അതുപോലെ ഫ്രീ ആയി കുറേ ഗൺസ് വെറുതെ കിട്ടുന്നു. എന്നാൽ സീജട എവല്യൂഷൻ കൊള്ളായിരുന്നു. എന്തായാലും മറ്റാളെ തട്ടണമെങ്കിൽ ഒരു വെപ്പൺ വേണം. എന്നൊരു കുഞ്ഞ് കിട്ടണേലൊക്കെ വേണം. അത്രയ്ക്കും വലിയ ഡേഞ്ചർ ആളാണ്. മെഷീൻ ഗൺ ഡ്രൈവ് ബയ്യ. ഞാൻ ആൾക്കാരുടെ പേര് കൂടെ വണ്ടി ആയിട്ട് പോയി അറിയാണ്ട്. അയ്യോ ഇറങ്ങടാ ഇറങ്ങടാ. നേരത്തെ ചാടം കിട്ടി ചാടിയില്ലേ. அந்த பயம் இருக்கണ തമ്പി. ചാരം കൊട്ടി നമുക്ക് ഫ്രീ ആയി മേക്കുന്നൊരു ഈ ഒരു കുഞ്ഞൻ കണ്ണ്. ആയി ചേട്ടാ അമ്മീ ചേട്ടനാ തല്ലില്ല. ചേട്ടനെന്ന് ഞാൻ ഒരു പ്രാവശ്യം കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ പേര് ചേട്ടോ സൈക്കോ ചുരന്ന് വയന്നറ ചോരരായിരുന്നു. വിടിച്ച് നേരെ ചെറുതുകൊണ്ട് ഇയാൾ പാവം പോയേക്കാള്. ഇയാളൊക്കെ നമുക്ക് വെവൺ വെറുതെ കിട്ടും. നിക്കടെ വണ്ടിയാളൊക്കെ പോയാർന്ന്. വണ്ടിയില്ല. പോലീസ് സ്റ്റാർ വണ്ടിയില്ല പറഞ്ഞപ്പോ സ്റ്റാർ വന്നിരുന്നു. ഓടിക്കാൻ നമുക്ക് നല്ല രസമുണ്ട് AC ഗെയിം കളിക്കാൻ. ഇങ്ങനെ ഓടിക്കണം കേസ്. കണ്ടേ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നും പാടില്ല എന്ന് പറയില്ല. പാടുണ്ട്. ബട്ട് ഇതുപോലൊക്കെ ഓടിക്കണം കേസ്. കണ്ടാ ഡ്രിഫ്റ്റൊക്കെ അടിച്ച് ഓടിക്കുന്ന ആളാണ് ഞാൻ. ഡ്രിഫ്റ്ററാണ് ഞാൻ. ഡ്രിഫ്റ്റർ വെറുതെ ഡ്രിഫ്റ്റ് അടിക്കാണ്. ഡ്രിഫ്റ്ററാ സ്പോഞ്ച് ഓടിച്ചാണ്ടല്ലേ ഓടിച്ചടി തരാം. കണ്ടോ ഒന്നിച്ചോടിക്കണ അമ്മേ. അങ്ങനെ പൊന്തിച്ചോടിക്കണേ. നമുക്ക് ഇവിടെ എന്തായാലും ഇറക്കാം. നമുക്ക് വണ്ടി ഓണാക്കിട്ടി. എന്തിനാ ഞാനല്ലേ വീട്ടിൽ വെക്കണേ. ഞാൻ വേച്ചിതാ എന്താ ആരോ വീട്ടിൽ വെക്കണേ. അത് കൊള്ളായിരുന്നു. വണ്ടി നമുക്ക് ഇത് കൊള്ളില്ല. ഈ വണ്ടി കൊള്ളാലോ ഗൈസ്. എടുക്കാം. ലോക്കഡാണ്. എടുക്കണ്ട. ലോക്കഡാണ് ഗൈസ്. ഇത് ലോക്കഡാണ് ഇത്. പാട്ട് ഓണാക്കിയിട്ട് നോക്കി നേരെ പോയിട്ട് ലക്കി കിട്ടുമോ നോക്കിയിട്ട് വരാം. ഗൈസ് അതിൻ്റെ ഉള്ളിൽ കയറിപ്പോ ഇതൊരു നല്ലൊരു വെള്ളമാണോ എന്ത് ഫ്ലക്സ്. ഇത് ഫ്ലക്സ് പൊട്ടിച്ചിരിക്കണ നമുക്ക് ഇതുമ്പോൾ ഇങ്ങനെ കയറാം. നിന്നോത്താ മതി. ഇപ്പം ശരി നല്ല മേലെ കൊണ്ടുപോകുന്നത് നമ്മളെത്തും. ഇത് ഷോപ്പിംഗ് ഏരിയയാണ്. ഇതിന് വണ്ടി കണ്ടിട്ട് ഇതൊരു റിച്ച് ആളുടെ പോലെയൊക്കെ ഉണ്ട്. റിച്ച് ആളുടെ വണ്ടിയാണത്. പിന്നെ വല്ല റിച്ച് ആളുണ്ടെങ്കിൽ കളയും.
ഇയാള് വണ്ടി എന്ന് തോന്നുന്നേ. ഇയാളും ഒരച്ഛനാണ്, ഒരാളുടെ അച്ഛനാണല്ലോ. എൻ്റെ പോലീസ് എന്തോ കീടിൻ്റെ ഉള്ളിന്ന് എന്തായാലും ഇവിടെ നിന്ന് മരിക്കണ്ട എന്നും പറഞ്ഞ അതെന്താ പൊട്ടിക്കാൻ പറ്റുമോ നമുക്ക്? പൊട്ടുള്ള കേസത് എന്തോ ബ്ലോക്കഡാണ്. ജമ്പ് ചെയ്യണം. അപ്പോ അമ്മച്ചി മറ്റേ വണ്ടി എടുക്ക, നീല വണ്ടി എടുത്താക്കൂലാണത്. ഇതെന്ന് തോന്നുന്നു അയാളെ കണ്ടിട്ട് നല്ല റിച്ച് ആയിരുന്നു. പിന്നെ കണ്ടെടുക്കാം അത് നോട്ടെ. നമ്മളെ വണ്ടി ചെറുത് ഞാൻ അടിച്ച് കണ്ട് പെട്ടെന്ന് പറക്കടാ 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 പറക്ക് 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 പറക്കും തളിക പറക്കും തളിക. വണ്ടിയുടെ ബോണറ്റൊക്കെ അടിച്ച് പൊളിച്ച് തെറിച്ച് പോയിട്ടുണ്ട്. പറക്കും തളിക പറകും 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 തളിക പറകും തളിക. വണ്ടിയുടെ എൻജിന് എന്താ പുക വേണ്ടി എന്താന്ന് ആർക്കറിയാം. നിർത്തണം വണ്ടി വേണം ചേട്ടാ. വണ്ടി പുക വന്നു തുടങ്ങി. നമ്മുടെ വണ്ടിയിൽ പുക വന്നിട്ടാ. ഞാൻ മറ്റാളുടെ വണ്ടിയുടെ ഉള്ളിൽ ഫ്രണ്ടിൽ വണ്ടി ഇടുണ്ടായിരുന്നു. ഓടിക്കോ മറ്റവർക്ക് എണ്ണെടുക്കുന്നു പോലീസുകാർ. മാടാ മുമ്പിന്ന് തന്നെ എനിക്ക് ലൈസൻസ് ചോദിക്കില്ല. പോലീസ് അടിക്കാവുന്നതുകൊണ്ടാണ്. മറ്റേ വണ്ടി തന്നെ പോയിട്ട് വന്നാലും അടിപൊളി വണ്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് തന്നെ കണ്ട്. അങ്ങോട്ടൊക്കെ വീണ ചാത്ത് നീന്താൻ കൂടി അറിയത്തില്ല എനിക്ക്. ഞാനൊരു ഗുണ്ടയാണെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീന്താൻ അറിയത്തില്ല. എന്തോ ലൂപ്പ് ഞാൻ വന്നോർത്തിക്കന്നെ വന്നു. ബ്ലോക്കഡാണത്. ചടിക്കോ വേറെ വല്ല വണ്ടി എടുത്തോടുന്നു. കിട്ടിയ വണ്ടി എടുത്ത് ഓടാൻ കിടന്നു. മറ്റാനേ സ്ഥലം വിട്ടോന്നും പറഞ്ഞിട്ട് ഈ വണ്ടി എടുക്കാം. അടിപൊളി ഉണ്ടായിട്ടുണ്ട്. അടിപൊളി വണ്ടി മതി. ഇത് മണ്ടനോട് കീ വെച്ചിട്ടാ പോയേ. അപ്പം അയാൾ ചോദിക്കുമല്ലോ കീ അത് വണ്ടിയൊക്കെ പോയില്ലെന്ന് വിചാരിച്ചു. ഇവിടെ ഈ പോണ്ട് എൻ്റെ വണ്ടിയുടെ മുമ്പിക്കാൻ എടുത്ത് വട്ടം ചാടിയോളൂ ആൾക്കാർ. എൻ്റെ വണ്ടി തകർത്ത് ബോണറ്റൊക്കെ പറന്നു പോയിട്ടുണ്ട്. എന്ത് ഡ്രിഫ്റ്റ് അടിച്ചു തുടങ്ങി. ഈ ഗെയിം അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. വണ്ടി കേടായി അപ്പം ഡ്രിഫ്റ്റ് ആവും. ഡ്രിഫ്റ്റ് അടിക്കണണ്ട വെറുതെ ഒരു വളമുള്ള അപ്പം ഡ്രിഫ്റ്റ് തന്നെയാണ്. വെറുതെ ഒരു വളവ് പോസ്റ്റ് മാറ് പോസ്റ്റ് ഗൈസ് പറന്ന് കിട്ടോ പറപ്പിച്ചാൽ കിട്ടോ. ഒമ്പോ യശോദ പറപ്പിച്ചോ നമ്മുടെ വണ്ടിയാടാ പറയുന്നത്. യശോദ ചത്ത് ഇതറിയില്ല ചത്ത്. ഗൈസ്
ഹോസ്പിറ്റലോ? ഓ ഭാഗ്യം. ഓ ഗൈസ്, ഇവിടെ ഓഷ്യൻ ബീച്ച് ഏരിയയാണിത്. ഓ എനിക്ക് എന്താ പറ്റിയേ? ഞാൻ വെള്ളത്തിൽ വീണെന്ന് തോന്നുന്നുണ്ട്. എന്നാലും നേരത്തെ നോക്കട്ടെ. ഞാൻ വെള്ളത്തിൽ വീണെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. പറ്റിയിട്ട് എനിക്കറിയാം ഗൈസ്. അടുത്ത പ്രാവശ്യം നമ്മൾ ആർപ്പിടും. അടുത്ത പ്രാവശ്യം നമ്മളെന്തായാലും ആർപ്പിട്ടിരിക്കും. ഇട്ടില് നിങ്ങൾ ഓർമ്മിപ്പിക്കണം ഗൈസ്. ഭീമൻ ഭീകാകരൻ, ഭീഭാകരൻ. അയാൾ ഫൈറ്റ് ചെയ്യിപ്പിക്കണ, നമ്മളോട് ഫൈറ്റ് ചെയ്യണം അയാൾ. നീ എന്നോട് ഫൈറ്റ് ചെയ്യാം. അവൻ ചോര തുപ്പിച്ചിട്ടാ എൻ്റെ പോയി ചോര തുപ്പിച്ചിട്ടാ നീ മരിച്ചാണ്. ഈ വണ്ടി എടുക്കാം ഗൈസ്. ഇതെൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ് ഗെയിമിത്. എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ് ഗെയിമിൽ. ഓ ഗൈസ്, ഈ വണ്ടി എന്നാലും എനിക്ക് സന്തോഷമായി. എൻ്റെ പുതിയ വണ്ടി കേട്ടോ ഗൈസ്. നമ്മുടെ സ്പോണിങ് ഏരിയയിൽ ഇതാ സ്പോണിങ് ഏരിയ. ഇതാണ് ഈ ഗെയിമിന്റെ ഫസ്റ്റ് സൂപ്പർ കാർ. അതും റോട്ടിന്ന് കിട്ടണ സൂപ്പർ കാർ. സൂപ്പർ കാർ. ബോണറ്റ് പറഞ്ഞു. അമ്മണ. ഓ മരിച്ചില്ല. മരിച്ചേനിപ്പോ ചത്തേനെ. ഹാവർ മറ്റീച്ചെ ബ്ലൂർ സീരിയ. എന്ത് പച്ചപ്പാ സീയല്ലേ. സുനാമി ഉണ്ടായി ഗെയിമില്. സുനാമി കൊള്ളായിരിക്കും. ഇത് വെള്ളം ബോട്ടില്ലല്ലേ. ഓ അതെ സ്റ്റോക്ക് ടവർ അല്ലേ. നമുക്ക് അവിടെ ഒരു സ്ഥലം കാണാനുണ്ട്. പറപ്പിച്ചാൽ വിടാം. ലൈറ്റ്. എൻ്റെ വണ്ടി കത്തി പൊട്ടി. മഴയുള്ള സമയത്ത് എൻ്റെ വണ്ടി ഓഷ്യൻ വ്യൂ. നമ്മൾ ഓഷ്യൻ വ്യൂവിൽ കയറി ഗൈസ്. എന്താ ഉള്ളിൽ കയറാൻ പറ്റുമോ? നമ്മളേതോ ഓഷ്യൻ വ്യൂവിൻ്റെ ഉള്ളിലെങ്ങാണ്ട് കയറിയിട്ടുണ്ട് ഗൈസ്. ആ ലോഡ് ഗെയിമിൻ്റെ ചിഹ്നം അവിടെ ഞാൻ കണ്ടില്ലേ? നേരത്തോടെ പിങ്ക് മാർക്കറാണ്. ഇത് ലോഡ്. കീപ് യുവർ ഫ്രണ്ട്സ് ക്ലോസ്. ഓക്കെ, അതിന് പിങ്ക് മാർക്കർ. ഞാൻ എന്താ വന്നോട് തന്നെ തിരിച്ചു വന്നിരുന്നു. ആർക്കറിയാം ഗൈസ്. ഓൺ ഓൾഡ് ഫ്രണ്ട്സ്. ഹായ് ഗൈസ്, ഇത് മറ്റൊരു ഓൾഡ് ഫ്രണ്ട്സ്. ഇതല്ല ഓൾഡ് ഫ്രണ്ട്. ടോമി എന്നാണ് നമ്മുടെ പേര്. ടോമി ഇറ്റ്സ് ബീൻ ടു ലോങ്. ഇമോഷൻ ഓഫ് ഡാമേജ്. അതാണ് നമുക്ക് അയാളുടെ മേലേക്ക് പോയി കയറണ. അയാളുടെ മേളിൽ കയറണം. അയാളെ പോയി കാണണം എനിക്ക്. അയാളൊന്ന് എനിക്ക് കാണണം. അയാളോട് അവിടെ ഇരുട്ടാ ഗൈസ്. കൺട്രോൾ വരുന്നില്ല. ഇവിടേക്കാ പോണ്ടേ? ഇവിടേക്ക് സൈഡിലേക്ക് ഒരു ഏരിയ ഉണ്ട്. പിന്നെ എവിടെ ഗൈസ്? ഇവിടേക്കാണ് പോകുന്നുണ്ട്. ടോം, ഇതാണ് നമ്മുടെ ടോമിൻ്റെ വീട്. എന്ത് ടോമിൻ്റെ വീട് നോക്കുന്നുണ്ട്. ചില്ലൊടിച്ച് പുറത്തേക്ക് പോയല്ലോ.
ചില്ലോടിക്കാൻ പറ്റില്ലേ ഇന്ന് അങ്ങനെ ഒരു ഇതുണ്ടല്ലേ ചില്ല്. ഓ വണ്ടിയുടെ ചില്ലൊക്കെ പടം എന്ന് പറഞ്ഞാൽ ഒറ്റടി കൊട്ടണതാണല്ലോ നീ വണ്ടിയുടെ ചില്ലൊക്കെ 5-6 മിനിറ്റിന് ബും 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 വണ്ടിയുടെ ചില്ല് ഇതോ ഇൻ ദ ബിഗിൻ യെസ് ഓക്കെ എവിടേക്കാ പോണ്ടേ എവിടേക്കാ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ടിരിക്കുകയാണ് നമ്മുടെ ഓൾഡ് ഫ്രണ്ട്സാണ് ഇതല്ല വണ്ടിയൊന്നുമല്ല വല്ലവൻ്റെ വണ്ടി കിട്ടിയ വണ്ടി എടുത്ത് ഞാൻ യൂട്യൂബിലൊരു ട്രിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അടുത്തരാം ഇത് കുറച്ച് ലോങ് ആണിത് ഒന്നും വലിയ വിഷയമില്ലല്ലേ ഇടിക്കൂട്ടാ അപ്പോൾ നമ്മൾ ഇടിക്കാൻ വരും കേട്ടോ കേണ്ടുണ്ട് ഇടിക്കാൻ വരുന്നുണ്ടോ അപ്പോൾ ഇടിക്കാൻ വരണം നമ്മൾ ചെറിയ ഇടിക്കൂട്ടാ പെനീറ്റ് നമ്മളെ തല്ലാൻ വരും കേട്ടോ തല്ലാൻ വരുന്നുണ്ട് അവർ ഇടിക്കാൻ വരും കേട്ടോ അപ്പോൾ നമ്മൾ ഈ കടപ്പുറത്തിൻ്റെ ഇവിടേക്ക് വരുമ്പോൾ അത് തല്ലാൻ വരും കേട്ടോ തല്ലാൻ വരുന്നുണ്ടോ പെണ്ണ് ഈ പെണ്ണിനെ അടിച്ചാൽ മതി അപ്പോൾ കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ എണ്ണീറ്റ് വരൂല നമ്മളെ തല്ലാൻ വരൂട്ടാ ഓയ്യോടാ ഇടിക്കാൻ വരുന്നുണ്ടോ സ്പീഡിലിടിക്കാൻ വരുന്നുണ്ടോ നിങ്ങൾ ഈ സീൻ്റെ ഇവിടെ കയറാം പോയിക്കോട്ടാ പെണ്ണ് പോയിക്കോട്ടാ സ്കേറ്റേഴ്സ് അവിടെ പോയി സ്കേറ്റേഴ്സാ എൻ്റെ തലക്കിടീന് കേസ് അവർ ഇടിക്കാൻ വരുന്നില്ല ഇടിക്കാൻ വരത്തില്ല ഇടിക്കാൻ വന്നോ ചകിടിക്കാൻ വന്നല്ലേ ഇതുപോലെ ഇടിക്കാനേ പരിപ്പിളകം ഇപ്പം നമ്മളെ പിന്നാലെ തന്നെ വരൂട്ട കണ്ടോ തന്നെ വരുന്നുണ്ടോ എൻ്റെ ഇവിടേക്കാ ഇവിടേക്ക് വരൂട്ട ഒരു നോക്കിയേ കാപ്പി ഇടിച്ചാ എന്നെ ഇടിക്കാൻ വരൂലേ നീ എന്നെ ഇടിക്കാൻ വരൂലേ ഇങ്ങനെ ഇടിക്കാൻ വരൂലേ നീ എന്നെ ഇടിക്കാൻ വരൂലേ പോലീസ് ബസ്ത്രാകും നീ ആരാണോ ഉത്തരവാദിത്തം ചോദിക്കാൻ അല്ല പിന്നെ നീ ആറടി എന്നൊക്കെ വെറുതെ തലക്കേറണ് വേണ്ടെന്നിരിക്കും നമ്മളൊക്കെ വേണ്ടെന്നിരിക്കുമ്പോ നമ്മൾ പാവാന്നങ്ങ് വിചാരിച്ചാണ് ബാക്കിന്ന് വണ്ടിയാണ് നമ്മൾ ഇടിക്കും കണ്ടേ നിർത്തിയ വണ്ടി വലിയ ഫൈറ്റ് ഉണ്ടാക്കാം എന്നാണോ പോലീസ് വണ്ടികളാ പോലീസുകാരാ എൻ്റെ പോലീസുകാരാ അവർ ഗണ്ണെടുക്കുന്നു അവൻ്റെ ഗണ്ണെടുക്കാം എന്ന് ചത്തിലടാ എന്ന് ചാവാതെ കടപ്പുറം ഫൈറ്റ് ബുള്ളറ്റ് കുറേ ബുള്ളറ്റ്സ് ഇടിയിലുണ്ട് ആൾക്കാർക്ക് പേടിയില്ല കേസൊന്നും AK-47 അല്ലേ പക്ഷെ ഒരു AK-47 ഒക്കെ എടുത്ത് ഫുള്ളി തന്നെ വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ട് ഓക്കെ കടപ്പുറത്തേക്കാണ് പോകേണ്ടത് കടപ്പുറം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഇവിടെ ഇതൊന്നും മാർക്കിങ് വരുന്നില്ല മാർക്കിങ് എന്താ അത് അവിടേക്കാണ് പോകണ്ടേ മര്യാദക്ക് വണ്ടി വന്നോട്ടാ ഒരു വണ്ടിയാണോ കേസ് കൂടെ ഒരു വണ്ടി എടുക്കാം ഓർമ്മ വണ്ടി ഒന്നാനെ അഞ്ചാനം മണി കട്ടിലും നിരന്ന് അഞ്ചാനിയേ അതുപോലെയാണ് ഇനി ഒരു ഉത്സവം കൂടെ ഇവിടെ വണ്ടി എടുത്തിട്ടേക്കാം
എന്നെ പിടിച്ചോ സാർ. ഈ 2 കയ്യില വലങ്ങ് വെക്കി സാർ. ഇവിടെ സാറൊക്കെ പോയി. സാറ് പോയാ? സാറ് പോയില്ലേ? സ്റ്റോപ്പ് റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ ഡാമാ. ഓ ഗയ്സ് ഇവനാണോ സാർ? സാറേ എന്നെ തല്ലിക്കൊല്ലു സാർ. സാറിന് വന്ന ബുള്ളറ്റ് മാത്രം കിട്ടും. അടിച്ചാനുണ്ട്. യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ അവനെ തട്ടിയിട്ട് കൊന്നു. മരിക്കണ്ടാണ് ഇപ്പം. ഫുള്ളി ഹെൽത്തിൽ നമ്മൾ ജീവനോട് തന്നെ ഡ്രൗണോ ഞാൻ മനപ്പൂർവ്വം കയറി ഗൈസ് മനപ്പൂർവ്വം ഞാൻ മരിച്ചു. അന്നത്തോടെ ഇത്രയുള്ളൂ. ഞാൻ എന്തായാലും ഞാൻ നിർത്തുകയാണ്. ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഇന്നത്തോടെ കുറച്ച് ലോങ്ങായി തോന്നുന്നു. ഞാൻ നിർത്തുകയാണ്. ടാറ്റ ബൈ ബൈ.